يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദന്മാർ, മുതഅല്ലിമീങ്ങൾ, പുതുപന്നാനിയിലെ മുഹിബ്ബീങ്ങളെ, സുന്ദരമായ ദഫ് പ്രോഗ്രാമും സ്കൗട്ട് പ്രോഗ്രാമും നടക്കാനിരിക്കുകയാണ്. ഈ വേളയിൽ ഒരു ലോങ് സ്പീച്ചിന് പ്രസക്തിയില്ല എന്നറിയാം. എന്നാലും സദസ്സിൻ്റെ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവ്വലു മൻ യുദ്ആ ഇലൽ ജന്നത്തി അല്ലദീന യഹ്മദൂന അല്ലാഹ ഫിസ്സറാഇ വദ്ദറാ ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിലേക്ക് ആദ്യമായി വിളിക്കുന്ന വിഭാഗം സന്തോഷത്തിലും സന്താപത്തിലും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാണ്. അല്ലാഹു തആല അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പം തീപ്പൊരി ഉണ്ടെങ്കിൽ അതിലേക്ക് ഫ്യൂവൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ആളിക്കത്തും. എന്നാൽ കെട്ടുകിടക്കുന്ന ഒരു ചവറിന്റെ കൂമ്പാരത്തിലേക്ക് എത്ര തന്നെ ഫ്യൂവൽ എണ്ണ ഒഴിച്ചു കൊടുത്താലും പെട്രോൾ ഒഴിച്ചാലും അത് തീ പിടിക്കുകയില്ല. മഹബത്തിന്റെ തീപ്പൊരി ഹൃദയത്തിലുള്ളവർ മാത്രമേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ സംഗമിക്കുകയുള്ളൂ. അങ്ങനെയുള്ള തീപ്പൊരികൾക്ക് ഫ്യൂവൽ ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടണം. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ പുറകിൽ ഒരുപാട് യുവാക്കളുടെ പ്രയത്നമുണ്ട്. ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ സംഭാവനകളുണ്ട്. അല്ലാഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിപാടിയുടെയും തുടർന്ന് നടക്കാനിരിക്കുന്ന മലിക്കുൽ മുദഫർ ഇന്റർനാഷണൽ മീലാദ് സമ്മിറ്റിന്റെയും ചുഖാൻ പിടിക്കുന്ന ഷെയ്ഖുന ഉസ്താദ് അവർകൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എന്തായാലും പുതുപന്നാനിയിലെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ മഹബത്ത് വർദ്ധിക്കാൻ ഈ സദസ്സ് കാരണമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് സന്തോഷത്തിലും സന്താപത്തിലും അല്ലാഹുവിനെ സ്തുതിക്കുക, ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ ഏത് സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത്? സ്വർഗത്തിന്റെ വാല്യൂ എന്താണ്? ഒരു മൈക്കിന് റേറ്റ് ഉണ്ട്, അതിന് വാടക മറ്റൊന്നാണ്. ഒരു സ്റ്റേജിന് റേറ്റ് ഉണ്ട്, അതിൻ്റെ ഓരോ സാധനങ്ങൾക്കും വിലയുണ്ട്, മൂല്യമുണ്ട്. എന്നാൽ അതിന് വാടക മറ്റൊന്നാണ്. ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തിന് ഒരു മൂല്യമുണ്ട്. ഒരു സെന്റ് സ്ഥലം നാം സ്വന്തമാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നാം ചെലവ് ചെയ്യേണ്ടി വരുമെങ്കിൽ പുതുപന്നാനിയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും എന്റെ പേരിൽ ആക്കാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേരിലേക്ക് എഴുതണമെങ്കിൽ എത്ര ലക്ഷം രൂപ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്ര കോടി രൂപ ആവശ്യമുണ്ട് എന്നല്ല. ആ പുതുപന്നാനിയിലെ സകലമാന സഹോദരിമാരുടെ കൈകളിലുള്ള സ്വർണം സ്വന്തമാക്കണമെങ്കിൽ എത്ര കോടി രൂപ ആവശ്യം വരും. എന്നാൽ മുഴുവൻ കൊട്ടാര സമാനമായ വീടുകളും കാറുകളും സ്വർണങ്ങളുമെല്ലാം സ്വന്തം പേരിലേക്ക് എഴുതണമെങ്കിൽ എത്രത്തോളം കോടി രൂപ നമ്മൾ ചെലവ് ചെയ്യണം? റൊണാൾഡോയുടെ കാർ നാം സ്വന്തമാക്കണമെങ്കിൽ പുതുപന്നാനിയിലെ ഏകദേശം ഒരുപാട് വീടുകൾ വിൽക്കണം. അവരുടെ സ്വത്ത് മുഴുവനും കൊടുത്താൽ റൊണാൾഡോയുടെ കാർ മാത്രം നമുക്ക് സ്വന്തമാക്കാം.
എന്നാൽ ഇന്ത്യ മുഴുവനും എനിക്ക് വേണമെന്ന് വെച്ച് കരുതി ഇന്ത്യ മുഴുവനും സ്വന്തമാക്കാൻ ഉദ്ദേശിച്ചാൽ എത്ര കോടി രൂപ വേണം? ഏഷ്യ ഭൂഖണ്ഡം മുഴുവനും നമ്മുടെ പേരിൽ എഴുതാൻ എത്ര കോടി രൂപ വേണം? എന്നല്ല അമേരിക്കൻ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങൾ എന്നല്ല ലോകം മുഴുവനും സ്വന്തമാക്കാൻ, ഒരാളുടെ പേരിലേക്ക് കിട്ടാൻ, അതെല്ലാം എന്റെ സ്വത്താണെന്ന് പറയണമെങ്കിൽ എത്ര കോടി രൂപ നാം ചെലവ് ചെയ്യണം? എന്നാൽ ഈ ലോകം മുഴുവനും കൊടുത്താൽ സ്വർഗത്തിൽ എത്ര സ്ഥലം ലഭിക്കും? ലശിബ്റും മിനൽ ജന്നതി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് ഒരു ഇഞ്ച് ഒരു ചാൺ സ്ഥലം ലഭിക്കണമെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ സ്വത്തും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ചാൺ സ്ഥലം ലഭിക്കില്ല. അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്ന വിഭാഗം നന്ദിയുള്ള വിഭാഗമാണ്. അൽഹംദുലില്ലാഹ് റഅ്സു ശുക്രി മാ ശകറല്ലാഹ അബ്ദുൻ ലാ യഹ്മദുഹു. നന്ദിയുടെ തലവൻ എന്ന് പറയുന്നത്, തല എന്ന് പറയുന്നത് അത് അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ്. അല്ലാഹു തആല കൂടുതലായി നന്ദി ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖസ്ലത്താനി മൻ കാനത ഫീഹി കതബഹുല്ലാഹു ശാകിറൻ സ്വാബിറാ. സ്കൗട്ട് നടക്കാനുണ്ടല്ലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മെ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ റഹ്മത്ത് അനുഗ്രഹം